കാത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറേ ദിവസം കൂടിയാണ് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു ഓരോ കാര്യങ്ങൾ കൊണ്ട്. അപ്പം ഇന്ന് ഞാനിടുന്ന വീഡിയോ ഒരു പെറ്റിക്കോട്ട് തയ്ക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരേ മോഡൽ തയ്ച്ചത് ആണ് ഇട്ടിരുന്നത്. ഇപ്പം ഒരു തയ്യൽ ക്ലാസ്സായിട്ട് തുടങ്ങാമെന്ന് വെച്ചാണ്. അപ്പോൾ നമുക്ക് തയ്യലിൻ്റെ എല്ലാം ബേസിക് തയ്യൽ എന്ന് പറയുന്നത് പെറ്റിക്കോട്ടാണ്. അപ്പോൾ പെറ്റിക്കോട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ നോക്കി കറക്റ്റാക്കി തയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏത് ഡ്രസ്സും പെട്ടെന്ന് തയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ തയ്യലിൻ്റെ അത്യാവശ്യം വേണ്ട അളവുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റ്, വേസ്റ്റ്, അതാണ് നമ്മുടെ ശരിക്കുള്ള തയ്യലിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അളവുകൾ. ആ അളവുകൾ കണ്ടും കറക്റ്റാക്കി എടുത്താൽ ബാക്കി നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് അളവുകൾ നമുക്ക് പെറ്റിക്കോട്ടിൽ നിന്നാണ് ആദ്യം തയ്യൽ ബേസിക്കായിട്ട് അതുകൊണ്ട് പഠിക്കേണ്ടത്. ആർക്ക് തയ്യൽ പഠിക്കണമെങ്കിലും പെറ്റിക്കോട്ട് ബേസിക്കായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് ഫുള്ളായിട്ട് തയ്ച്ച് പഠിക്കുന്നതിന് എളുപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പെറ്റിക്കോട്ട് വെട്ടി തയ്ക്കാം. അപ്പം എൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് 22 ഫുൾ ലെങ്ത് 22, ബോഡി ലെങ്ത് 10, സ്കേർട്ട് ലെങ്ത് 12, ചെസ്റ്റ് 24. ഈ അളവിലുള്ള ഒരു പെറ്റിക്കോട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് വരയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് തുണി മടക്കിയിടാം. ആദ്യം ഇതുപോലെ ഒരു പീസ്, ഇപ്പോൾ വലിയ പീസാണെങ്കിൽ പോലും നമ്മൾ എടുത്തിട്ട് ഇതുപോലെ മടക്കിയിടണം. ഇതുപോലെയാണ് മടക്കിയിട്ടേച്ച് 6.5 നമുക്ക് 24 ചെസ്റ്റിൻ്റെ 4/1. അപ്പം ചെസ്റ്റിൻ്റെ 4/1 പറയുമ്പോൾ 6 എടുക്കുക. 6ൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടണം. അപ്പോൾ 6 1 7, 7.5 നമുക്ക് വണ്ണം വേണ്ടത്. എന്നുവെച്ചാൽ 6 മതിയെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിടണം. പിന്നെ ലൂസ് വേണമല്ലോ പെറ്റിക്കോട്ടിനാകുമ്പോൾ. മാക്സിമം ലൂസ് വേണ്ടതാണെങ്കിൽ 1.5 എന്നുള്ളത് നമുക്ക് 2 ആണെങ്കിലും ഇടാം. നമുക്കിപ്പം 6 1.5 കൂടെ കൂട്ടി 7.5 ഇട്ട്, നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കൂട്ടിയിടാം. അപ്പം 7.5 ഇട്ടു. ഇനി നമുക്ക് താഴേക്ക് ബോഡി ലെങ്ത് എടുക്കണം. ബോഡി ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 10. പക്ഷേ ആ 10 പോരല്ലോ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം. അപ്പോൾ നമുക്ക് 10.5 ഇട്ട് അടയാളപ്പെടുത്താം. ബോഡി ലെങ്ത് 10.5. അപ്പം ആ അളവിലേക്ക് നമുക്ക് മടക്കാം. ഇങ്ങനെ അങ്ങ് മടക്കുക. അപ്പം വലിയ തുണിയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൊന്നും കളയാൻ പറ്റിയല്ലോ. അപ്പോൾ അതിനാണ് നമുക്ക് കറക്റ്റ് 10.5 ഇട്ട് മടക്കി ബാക്കി വരുന്ന നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. 10.5 ബോഡി ലെങ്ത് വേണ്ട. അപ്പോൾ ഒരു സ്വല്പം താഴേക്ക് കൂടുതൽ വരും, അതങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ബോഡി ലെങ്ത് 10.5, വണ്ണം 7.5, 10.5. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അടയാളപ്പെടുത്താം. ബാക്കി അടയാളപ്പെടുത്തുമ്പം ആദ്യം നമുക്ക് നമ്മുടെ വശത്തേക്ക് വേണം ഈ മടക്കിയ ഭാഗം ഇങ്ങനെ കിടക്കാനായിട്ട്. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. നമുക്ക് നെക്ക് വരയ്ക്കുമ്പം ഒരു 1.5 ഇഞ്ച് മതി. 2 ഇഞ്ച് എടുക്കാം. നമുക്ക് എന്താ വെച്ചാൽ ഉടുപ്പ് ചെറിയ ഉടുപ്പാണെങ്കിലും ഉടുപ്പിൻ്റെ വെളിയിൽ കാണാതെ അകത്തേക്ക് മാറി വേണം ഇരിക്കാനായിട്ട്. പെറ്റിക്കോട്ട് അകത്താണല്ലോ കിടക്കുന്നത്. അപ്പോൾ പെറ്റിക്കോട്ട് നമുക്ക് കഴുത്തൊരു 2 ഇഞ്ച് എടുക്കാം. കുറച്ചുകൂടെയൊക്കെ അകന്ന് കിടക്കണമെങ്കിൽ 2.5 എടുക്കാം. നമുക്കൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്താം. താഴേക്കും അതുപോലെ സാധാരണ ഉടുപ്പിനെ കഴിഞ്ഞ് താഴേക്ക് നിൽക്കേണ്ടത് കൊണ്ട് നമുക്കൊരു 4 എടുക്കാം. ഫ്രണ്ട് വശം നമുക്കൊരു 4 എടുക്കാം. പെറ്റിക്കോട്ട് ആകുമ്പോഴത്തേക്കിന് കഴുത്ത് നല്ലോണം ഇറങ്ങി നിൽക്കുന്നതല്ലേ നല്ലത്. ഉടുപ്പൊക്കെ ആകുമ്പം 4 വേണ്ടെങ്കിൽ 3.5 ആണെങ്കിലും എടുക്കാം. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഉടുപ്പ് നല്ലോണം കീറി കഴുത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 3 ഒക്കെ മതിയാവും. ഇപ്പം
പിള്ളേരുടെ ഉടുപ്പാണെങ്കിലും ഇച്ചിരി കഴുത്തൊക്കെ താന്ന് കിടക്കുന്ന ഉടുപ്പാണ് വാങ്ങുന്നത്. അതുകൊണ്ട് മാക്സിമം ഇറക്കം ആ മേലിടുന്ന ഉടുപ്പിൻ്റെ ഇറക്കത്തിന് താഴെ നിൽക്കത്തക്ക വിധത്തിൽ വേണം നമുക്ക് അടയാളപ്പെടുത്താനായിട്ട്. അപ്പം അത് ബോക്സായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് കഴുത്താണ് ഈ വരച്ചത്. ഫ്രണ്ട് കഴുത്ത്, ബാക്ക് കഴുത്ത് നമുക്ക് ഇതേ തന്നെ അടയാളപ്പെടുത്തിയിടാം. ബാക്ക് കഴുത്ത് നമുക്കൊരു 2.5 അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് ബെൽറ്റ് വേണം. ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ഇഞ്ച് എടുക്കാം. 2 ഇഞ്ച്. പിന്നെ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതി കൂടുതൽ എടുക്കാം. നമുക്ക് കഴുത്ത് പെറ്റിക്കോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും കൈക്കുഴി വരുന്നില്ല, കൈക്കുഴിയുടെ അളവേ വരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കഴുത്ത് കഴിഞ്ഞ് ബെൽറ്റിൻ്റെ നീളവും വീതിയും കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കൈക്കുഴിയിലേക്ക് പോകുന്നതാണ്. അപ്പം ഇവിടെ നമുക്കൊരു 4.5 ഇഞ്ച് എടുക്കാം. ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കിന് 4-4.5 മതി കൈക്കുഴി. നമുക്ക് അതും ബോക്സാക്കി വരയ്ക്കാം. പിന്നെ താഴെ വേസ്റ്റിൻ്റെ ഇവിടെ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് ഒതുക്കി വെട്ടണം. അപ്പോൾ അതും അടയാളപ്പെടുത്തുക. പിന്നെ ഇവിടെ കൈക്കുഴി ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് കൈക്കുഴി വരച്ചു. ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്. നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പം അളവ് ഒന്നുകൂടി പറയാം. ബോഡി ലെങ്ത്, ഫുൾ ലെങ്ത് നമുക്ക് വേണ്ടത് 22, ബോഡി ലെങ്ത് വേണ്ടത് 10, ചെസ്റ്റ് 24, സ്കേർട്ട് ലെങ്ത് 12. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അടയാളം എന്ന് പറഞ്ഞാൽ ബോഡി ലെങ്ത് 10 വേണ്ടെടുത്ത് 10.5 എടുത്തു. ചെസ്റ്റ് നമുക്ക് 24 6 പ്ലസ് 1.5 തയ്യൽ തുമ്പും കൂടി കൂട്ടി 7.5 എടുത്തു. പിന്നെ നെക്ക് അകലം 2 എടുത്തു. താഴേക്ക് നമുക്ക് ഫ്രണ്ട് 4 എടുത്തു. ബാക്ക് 2.5 എടുത്തു. ഇത് കൈക്കുഴി 4.5 എടുത്തു. നമുക്കിവിടെ കൈക്കുഴിയുടെ അളവ് വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. കൈക്കുഴിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള അളവ് വരുന്നില്ല. നമുക്ക് കൈക്കുഴി താഴേക്കുള്ള അളവേ നമുക്ക് വരുന്നുള്ളൂ. ഈ സൈഡിലേക്കുള്ള അളവ് നമുക്ക് ആവശ്യമില്ല. എന്ന് വെച്ചെന്നാൽ ബെൽറ്റിന് കഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് എടുത്ത് ബെൽറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം നമുക്ക് കൈക്കുഴിയുടെ അളവിനായിട്ട് പോകുന്ന. അതുകൊണ്ട് കൈക്കുഴിയുടെ വീതി അളവ് നമ്മൾ എടുക്കുന്നില്ല. താഴേക്കുള്ള ലെങ്ത് മാത്രം എടുത്താൽ മതി. പിന്നെ താഴെ ഒരു 1 ഇഞ്ച് ചരിച്ച് വെട്ടാനായിട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കത് വെട്ടാം. അപ്പം ഇത് വെട്ടുമ്പം നമുക്ക് ബാക്ക് നമുക്ക് ഒരുമിച്ചങ്ങ് വെട്ടിയെടുക്കാം. ബാക്കും ഫ്രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ബാക്ക് വെട്ടിയെടുക്കാം. പക്ഷേ ഫ്രണ്ട് വെട്ടുമ്പോഴത്തേക്കിനും ഫ്രണ്ട് ഇപ്പോൾ വരച്ചിട്ടേക്കുന്നതുകൊണ്ട് ഫ്രണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ച് വെട്ടിയെടുക്കുക. അപ്പം ഫ്രണ്ടും ബാക്കും ആയി. ഇനി നമുക്ക് കൈക്കുഴി കൂടി വെട്ടിയെടുക്കണം. ഇവിടുന്ന് ചരിച്ച് ഇങ്ങോട്ട് വെട്ടണം. എന്നാൽ വേസ്റ്റ് നമുക്ക് എപ്പോഴും ഒരു ഒതുങ്ങിയ സ്ഥലമായതുകൊണ്ട് ഏത് ഡ്രസ്സ് നമ്മൾ തയ്ക്കുമ്പോഴും ഏത് ഡ്രസ്സിന് വേണ്ടി നമ്മൾ തയ്ക്കുമ്പോഴും ഒതുക്കി വേണം ഈ വേസ്റ്റ് വെട്ടാനായിട്ട്. അത് ടോപ്പിനൊക്കെ ആണെങ്കിലും അതുപോലെ ബ്ലൗസ് അങ്ങനെയുള്ള ഏത് അളവിൽ ഡ്രസ്സ് തയ്ച്ചാലും വേസ്റ്റ് നമുക്ക് ഒതുക്കി വേണം തയ്ക്കാൻ. ചെസ്റ്റിനെ കഴിഞ്ഞ് 1 ഇഞ്ച് 1.5 ഇഞ്ച് താഴേക്ക് ഒന്ന് ചരിച്ച് വെട്ടിയാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പെറ്റിക്കോട്ട് വെട്ടി കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പം ഇനി അത് തയ്ക്കാനായിട്ട് ചെറുതായിട്ട് മടക്കി മൊത്തം ഇങ്ങനെ അടിക്കുക. ഒരടിപ്പ് ഇവിടെ മടക്കി ഇങ്ങനെ വെച്ച് വേണം അടിക്കാനായിട്ട്. എന്നിട്ടാണ് പിന്നെ നമുക്ക് സ്കേർട്ട് പിടിപ്പിക്കുന്നത്. സ്കേർട്ടാണെങ്കിൽ ഇത് നമുക്ക് സ്കേർട്ടിന് അളവെടുക്കുന്നത് ഇത്രയാണ്. നമുക്ക് സ്കേർട്ടിൻ്റെ അളവ് വേണ്ടത് എന്ന് വെച്ചാൽ എത്ര വരും നോക്കട്ടെ, 13. ഈ 13 നമുക്ക് സ്കേർട്ട്
തയ്യൽത്തുമ്പ് കൂട്ടി നമുക്ക് 13 വരും. അപ്പം ഈ അളവിൽ ഉള്ള ഞുറിച്ചിൽ കിട്ടത്തക്ക വിധത്തിൽ കൂടുതൽ ഞുറിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതനുസരിച്ച് തുണി എടുക്കാം. ഇത് കുറച്ച് ഞുറിച്ചിൽ മതിയെന്നുണ്ടെങ്കിൽ പെറ്റിക്കോട്ടിനൊക്കെ ആകുമ്പോൾ അധികം ഞുറിച്ചിലിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ ഒരു ഈ അളവിൻ്റെ ഇതിപ്പം 2 ഇരട്ടിയോ 3 ഇരട്ടിയോ നമുക്ക് തുണി നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചും ആവശ്യക്കാർക്ക് എന്തേരം ഞുറിച്ചിൽ വേണമെന്നുള്ളതനുസരിച്ചും വേണം നമുക്ക് ഞുറിച്ചിലിന് അളവ് എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇത്ര അളവ് അങ്ങനെ ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഇതിന് ഞുറുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് എടുക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ച്, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, ആ ഒരു ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് തയ്ക്കാം. തയ്ച്ചതിൽ സൈഡും കൂട്ടി അടിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിനി ഇതിനെ തയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് അടിച്ചു വിടാം. ശകലം പതിയെ പിടിച്ച് മടക്കി വേണം. ഇച്ചിരി ശകലം പാടാണ് ഇത് കറക്റ്റായിട്ടൊന്ന് തയ്ച്ചെടുത്ത് വരാനായിട്ട്. അത് നമുക്ക് ബേസിക് തയ്യലായതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ തയ്ച്ചെടുക്കാൻ ശ്രമിക്കാം. ഒന്നാമത് ചെറിയ തുണി ചെറുതായിട്ട് മടക്കി തയ്ക്കാനായിട്ടൊക്കെ പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ബ്ലൗസിൻ്റെയൊക്കെ അരി വെക്കാനെങ്കിലും ഏത് പ്രത്യേക അരിയൊക്കെ ചെറുതായിട്ട് തയ്ച്ച് വരാൻ പറ്റും. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തയ്ച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടം കൂടിയും തയ്ക്കാം. നടുക്കുവശം തയ്ക്കുമ്പോഴേക്കും നടുക്കുവശം നല്ലോണം ശ്രദ്ധിച്ച് തയ്ക്കണം. കഴുത്തായതുകൊണ്ട് കഴുത്ത് ഇങ്ങനെ കുരുങ്ങി ഒക്കെ പോവാതെ ചെറുതായിട്ട് വേണം തയ്ക്കാനായിട്ട്. നമുക്ക് കഴുത്തൊന്ന് തയ്ച്ച് നോക്കാം. ആദ്യമൊക്കെ തയ്ക്കുമ്പോഴത്തേക്കിനും ഭയങ്കര പാടായിട്ട് തോന്നും. എന്നാലും പെറ്റിക്കോട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തയ്ച്ച് പഠിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം അത്യാവശ്യം മെഷീനിൽ എന്തായാലും തയ്ക്കാൻ അറിയാവുന്നവർ, മെഷീനെ ചവിട്ടാൻ അറിയാവുന്നവർക്ക് തയ്ക്കാൻ പറ്റുള്ളല്ലോ. മെഷീൻ ചവിട്ടാനായിട്ട് പഠിച്ച അത്യാവശ്യത്തിന് നമുക്ക് അളവൊക്കെ നോക്കി വെട്ടിയെടുത്ത് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒത്തിരി ക്ലാസ്സുകൾ നമുക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതാണ്. കൈ തയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ കൈ നേരെ 2 സൈഡും ഇരിക്കുന്നത് നമുക്ക് തയ്ച്ച് വലിയ പാടില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇത് ഇച്ചിരി നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ വേണം നമുക്ക് കഴുത്ത് തയ്ച്ചെടുക്കാനായിട്ട്. 2 തയ്യലാണ് സാധാരണ ഇതിന് തയ്ച്ച് കഴിഞ്ഞിട്ട് മേളിൽ കൂടെ തയ്ച്ച് വിടുന്നത്. അതുപോലെ വലിക്കരുത്, വലിക്കാതെ പിടിച്ച് വേണം മടക്കാനായിട്ട്. വലിച്ചു കഴിഞ്ഞാൽ കഴുത്ത് വലിഞ്ഞു പോകും. വലിക്കുകയോ ചെയ്യരുത്, ചെറുതായിട്ട് മടക്കി കൊണ്ടുവരികയോ ചെയ്യാവുള്ളൂ. ഒന്ന് വലിയെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒന്ന് പൊക്കി മാറ്റി വെച്ചിട്ട് തയ്ച്ച് വിടാം.
ആ സൈഡൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നാലും നമുക്ക് ശക്കലം ബുദ്ധിമുട്ട് തോന്നും തയ്ക്കാനായിട്ട്. പക്ഷെ അത് വിടരുത്. അങ്ങനെ ഇത് തയ്ച്ച് കറക്റ്റാക്കി എടുത്താലേ ഉള്ളൂ നമുക്ക് ബാക്കി. നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ട് കഴുത്തും കയ്യും തയ്ച്ചു. ഇനിയിപ്പോൾ അത് തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇട്ടിട്ടുണ്ട്. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. നമുക്കത് 1 ഇഞ്ച് വെച്ച് താഴേക്ക് തയ്ക്കാം. 1 ഇഞ്ച് മാറ്റി 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ച് ആ 1 ഇഞ്ചിൽ നിന്ന് താഴേക്ക് വണ്ണം അടിക്കുക. അതുപോലെ ഇപ്പോഴേ നമുക്ക് 1 ഇഞ്ച് വണ്ണം അടിക്കാം. അപ്പോൾ മേൽവശം എല്ലാം അടിക്കുമ്പോൾ 2 അടിപ്പ് വെച്ച് വേണം നമ്മൾ അടിച്ചു വിടാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. അപ്പം 2 അടിപ്പ് വെച്ച് അടിച്ച് പെറ്റിക്കോട്ട്. ഇപ്പോൾ പെറ്റിക്കോട്ടിൻ്റെ കഴുത്ത് ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ വെട്ടണമെങ്കിൽ അങ്ങനെയും വെട്ടാം. ഇറക്കം ഈ ഇറക്കം ഇതിപ്പം ഫ്രണ്ടും ബാക്കും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ശകലം കയറ്റി ഇറക്കിയും തയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഇതാ ബാക്ക് ഇതാന്ന് മനസ്സിലാകും. അപ്പം ബോഡി പാർട്ട് തയ്ച്ച് കഴിയും. പിന്നെ നമുക്ക് സ്കർട്ട് പാർട്ടിൻ്റെ അളവ് വേണ്ടത് 12.5 അപ്പം 12 വേണ്ടത്. അപ്പം നമ്മൾ കൂട്ടിയിട്ട് അളവെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാനിതിവിടെ സ്കർട്ട് പാർട്ടിനുള്ള ചുരുക്കിട്ട് വെച്ചിട്ടുണ്ട്. ചുരുക്ക് വിട്ട് താഴെ അടിച്ചുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കാം. ഇത് ഇതിന് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കാം. പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കിത് കൂട്ടി അടിക്കാം. കൂട്ടി അടിച്ചിട്ട് വേണമല്ലോ പിടിപ്പിക്കാനായിട്ട്. സ്കേർട്ട് പിടിപ്പിക്കാനായിട്ട് ഇത് നമുക്ക് അടിച്ചെടുത്തു. ഇതിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വയ്ക്കുക. അത് നമുക്കൊരു ജോയിൻ്റ് വരും. ചിലപ്പോൾ 2 ജോയിൻ്റോ 3 ജോയിൻ്റോ ഒക്കെ ചിലപ്പോൾ തുണിയുടെ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ വെച്ച് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഈ ജോയിൻറ്റിൽ വെച്ച് നമുക്ക് തുടങ്ങാം. നല്ല വശവും കൂടി ഇതുണ്ട്. ഇതിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ചുരുക്കൊക്കെ ഇടാനായിട്ട് വേണ്ട നീളത്തിനനുസരിച്ച് തുണി ചതുരത്തി കട്ട് ചെയ്തെടുത്തേച്ച് വേണം നമ്മൾ ചുരുക്ക്
പെറ്റിക്കോട്ടിൻ്റെ മോഡൽ തന്നെ 3-4 പെറ്റിക്കോട്ട്. ഇത് ഒത്തിരി വലിയ അളവ് വേണമെന്നൊന്നുമില്ല. ചുമ്മാ അത് ചെറിയ അളവ്, ആദ്യം അളവില്ലാതെയാണെങ്കിലും വെട്ടി ചുമ്മാ ഒന്ന് തയ്ച്ചിട്ട് എല്ലാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം തയ്യൽ ചെയ്യാൻ പറ്റും. ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇടാനുള്ള ചുരിദാറ്, ടോപ്പ് ഒക്കെ തയ്ക്കണമെങ്കിൽ നമുക്ക് ഈ പെറ്റിക്കോട്ടിൻ്റെ അളവ് മാത്രം പഠിച്ചാൽ മതി. കറക്റ്റ് പെറ്റിക്കോട്ടിൽ നമുക്ക് ടോപ്പും ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇല്ലാത്ത അളവെന്ന് പറഞ്ഞാൽ കൈക്കുഴി മാത്രമേ ഉള്ളൂ. കൈക്കുഴിയുടെ അളവും നമുക്ക് ഷോൾഡർ നോക്കി ഇപ്പം അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ബാക്കി ഒന്ന് തയ്ക്കുക. അപ്പം പെറ്റിക്കോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ശകലം കഷ്ടപ്പാടും കുറവുണ്ട്, തയ്ച്ച് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. ബാക്കി ആദ്യമേ പോയി ബ്ലൗസും ചുരിദാറും ഒക്കെ തയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തയ്യൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്. നമ്മൾ ആദ്യം പഠിക്കുമ്പോഴേ നമ്മൾ പെറ്റിക്കോട്ട് നല്ല തന്നെ വെട്ടി അളവിൽ തയ്ക്കാനായിട്ടൊന്ന് പഠിക്കുക. അവനവൻ്റെ അളവിന് വെട്ടി തയ്ക്കാൻ പഠിച്ചാൽ മതി. അല്ലാതെ ആദ്യമേ പോയി തയ്യൽ പഠിച്ച് തീർക്കാനുള്ള ഇതിന് നമ്മൾ ചുരിദാർ അല്ലെങ്കിൽ ബ്ലൗസ് തുടങ്ങാൻ പോയാൽ പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം പഠിക്കുന്ന ആൾ പെറ്റിക്കോട്ട് നല്ലോണം ഒന്ന് വെട്ടി തയ്ക്കാനായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെറ്റിക്കോട്ട് പെറ്റിക്കോട്ട് മുഴുവനായി ഇത് തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേളിലൂടെയും തയ്ക്കണം. അതുകൂടിയും തയ്ച്ചാലേ ഉള്ളൂ പെറ്റിക്കോട്ടിന് തയ്യൽ. ഇപ്പോൾ ഒരൊറ്റ അടിപ്പ് നമ്മൾ കൂട്ടി അടിച്ച് കഴിഞ്ഞിട്ട് ഈ തയ്യലിൻ്റെ തുമ്പ് ഇവിടെ അകത്ത് നമുക്ക് തയ്ച്ചതിൻ്റെ തുമ്പ് വരുമല്ലോ, ആ തുമ്പ് നേരെ മേളിലേക്ക് വെക്കുക. നേരെ മേളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടായിട്ട് അടിക്കുക. അപ്പം ചുരുക്കൊക്കെ ഇട്ട് കാണിക്കാനത് ചുരുക്കൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമാവും. അതുകൊണ്ടാണ് നേരത്തെ ചുരുക്ക് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇടാൻ പഠിക്കാനുള്ള ഇതില്ലല്ലോ. നമുക്കത് സാധാരണ പെറ്റിക്കോട്ടിന് ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അടിക്കുന്ന സമയം 2 തയ്യൽ തയ്പ്പിക്കും മേളിലൂടെ, നല്ല ഭംഗിക്ക്. നമ്മളെ പെറ്റിക്കോട്ടിൻ്റെ തയ്യൽ കഴിഞ്ഞു. വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ തയ്ച്ചതിൻ്റെ മേളിൽ കൂടെ ഒരു പ്രസറിൻ്റെ വീതിയിൽ ഒന്നുകൂടി തയ്ച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒരു ഉറച്ചിരിക്കും. തയ്യൽ തുമ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിൻ്റെ അവസ്ഥ. ഇത് ആദ്യം തയ്ച്ചതിൻ്റെ മേളിൽ ഒന്നുകൂടി തയ്ക്കണം. ഒരു 1/4 ഇഞ്ച് പ്രസറിൻ്റെ. നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം പെറ്റിക്കോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പെറ്റിക്കോട്ട് പോലെ തന്നെ തയ്ക്കുന്ന ഒരു ഉടുപ്പ് കൂടെ വെട്ടി തയ്ച്ച് കാണിക്കാം. അപ്പം ഇത് നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ തയ്യൽ പൂർത്തിയായി. ഇത് ഈ അളവ് വരുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ട അളവ് കൊണ്ടു നോക്കിയാൽ മതി. നമുക്ക് 24 അളവുള്ള ആൾക്കാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 13.5 വരുന്നുണ്ട്. പിന്നെ ലെങ്ത് വരുമ്പോൾ ലെങ്ത് നമ്മൾ അളവെടുക്കുന്നത് ഇവിടെ നിന്ന് വേണം. ലെങ്ത്തും ഇത്രയും നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ അടുത്തൊരു ഉടുപ്പുമായിട്ട് വരുന്നത് കാണാം. അപ്പം ഗുഡ് ബൈ.